നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളാകണം. ഇന്നത്തെ പെൺകുട്ടികളുടെ ജീൻസ് പാൻറ്റും സീസ് ചുട്ടി നടന്ന് നോളക്കളികൾ നോളാകുക, ചെക്കന്മാരെ കൂടെ നടന്ന് നോളാകുന്ന ഇന്ന് ജീൻസ് പാൻറ്റും സീസിട്ട പെൺകുട്ടികൾ വളരെ വൃത്തികേട് കാണിക്കുന്ന ചെക്കന്മാരെന്താ പറഞ്ഞു അത് കേട്ടിട്ട് അത് വായിൽ വിളിച്ചു പറയുന്ന പെൺകുട്ടികളാണ്. ആ ചെക്കന്മാരെന്താ പറഞ്ഞു അത് കേട്ടിട്ട് ആ ചെക്കന്മാരെ വാക്ക് കേട്ട് ആ വായിലുള്ള കേട്ട് അതേമാതിരിയാണ് പെൺകുട്ടികൾ അത് കേട്ടിക്കൊണ്ട് വിളിക്കുന്നത്. ഇത് നല്ല രസിയാക്കളാകണം, അപ്പോൾ ഒന്നും സംഭവിക്കില്ല. നല്ല രസിയാക്കളാണെങ്കിൽ എന്താവും, നല്ല ശരിക്ക് പഠിപ്പിച്ച് നല്ല ശരിക്ക് അവർക്ക് നല്ല അറിവ് കൊടുത്ത് മനസ്സിലാക്കും. ഇതാണ് ഇന്നത്തെ ചെറിയ കുട്ടികളെ ഉപ്പമാർക്ക് ഒരു ബുദ്ധിയില്ല, വികലമില്ലാണ്ട് തന്നെയാണ്. കാരണം ഏടാപ്പുറത്ത് കൊണ്ടുപോയി കല്യാണം കഴിച്ചു കൊടുത്ത് സിറ്റി കൊണ്ട് അടി കൊള്ളുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾക്കേക്കാണ്. അല്ലെ കുട്ടീൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അടി കൊള്ളൂല, ഈ പെൺകുട്ടിക്കല്ലേ അടി കൊണ്ട് ആ പെൺകുട്ടിയെല്ലാം മരിക്കുക. ഇതിന് ബാപ്പന്മാരെ ശരിക്ക് കൈ ഒയ്യും. കാരണം മകളെ ജീവൻ കളഞ്ഞ് ഇനി എത്താണ് മോള് പോയില്ലേ, ഇനി എത്താ പറഞ്ഞു കാര്യം. ഈ ചിന്ത മാത്രമേ ഉള്ളൂ ഇന്നുള്ള കുട്ടികളെ ഒപ്പന്മാർക്കും ഉമ്മമാർക്കും ഉള്ളത്. കാരണം അയ്യോ പാവം പ്രസാവും കീർത്തവും ഉണ്ടാകണം. കുട്ടികളെ സ്വന്തമായി പോറ്റുമ്പോൾ നല്ല രീതിയിൽ കൂടെ വളർത്തണം. ഇതിപ്പോൾ ഒരാൾ പൈസ കൊടുത്താൽ ഒരാൾ ഒരു കണ്ടം പോലെ പൈസ കൊടുത്താൽ അത് ആരാലും കാര്യം മാറും. പൈസ കിട്ടി കഴിഞ്ഞാൽ ഏത് കുട്ടീൻ്റെ ഉമ്മി കാല് മാറാക്കുക. പെൺകുട്ടിൻ്റെ ഭാവി തകരല്ലേ. ഫസ്റ്റ് കഴിഞ്ഞാൽ പെൺകുട്ടിനെ കൊണ്ടുപോയി സിറ്റിക്കെടുത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത് കേരളത്തിൽ എന്താണ്, മയക്കമരുന്ന്, കഞ്ചാവ്, ലഹരി, MDM ഇതൊക്കെയല്ലേ ഇന്ന് അത് കേട്ടിട്ടാണ് ആ തൊള്ളയിൽ എന്താണ് ആ ചെക്കൻ പറയുന്നത് അത് കേട്ടിട്ട് മറ്റു പെൺകുട്ടി കിടക്കണം. ഇങ്ങനെയല്ല പെൺകുട്ടി പറഞ്ഞാൽ നല്ല ശരിക്കാകണം. ഒരു ഉമ്മക്ക് നല്ലൊരു മോളാകണം. തല മറക്കണം, ഔറത്ത് മറക്കണം, ശരീരം മറക്കണം. നല്ല രീതിയിൽ കൂടെ പഠിപ്പിച്ചിരിക്കാൻ കുറച്ച് കാലവാസം ടൈം പിടിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തെങ്കിലും കമൻറ്റ് ഇടും. ഞാൻ പറഞ്ഞത് ശരിയല്ല.